തൊടിയൂർ അയണിക്കാട്ട് ക്ഷേത്രത്തിന് സമീപം ആര്യൻപാടത്ത് അറവു മാലിന്യം തള്ളിയ വാഹനം പിടിച്ചെടുത്തു. പോലീസും പഞ്ചായത്ത് അധികൃതരും ചേർന്നാണ് വാഹനം പിടിച്ചെടുത്തത്. രാത്രി സമയങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവായതോടെ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് ആര്യൻപാടത്താണ് രാത്രികാലങ്ങളിൽ അറവു മാലിന്യം തള്ളിയ വാഹനം പോലീസും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് പിടിച്ചെടുത്തത്. ഇവിടുത്തെ ഈ ഇറച്ചിവെട്ടും വേസ്റ്റ് ഇടിയിലും കാരണമാണ് ഇവിടെ ഇപ്പം വിഷയങ്ങളെല്ലാം ഉണ്ടായത്. ഇവിടെ ഇറച്ചി വെട്ടാനുള്ള ലൈസൻസ് ആർക്കും ഇല്ല, വിൽക്കാനുള്ള ലൈസൻസ് മാത്രമേ ഉള്ളൂ. ഈ ഇറച്ചി വെട്ടുന്നത് മാത്രമല്ല, പുറത്തുനിന്നുള്ള വേസ്റ്റ് വരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൃഷിക്ക് പോലും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. പട്ടികളുടെ ശല്യവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ വന്ന് രാത്രി കക്കൂസ് മാലിന്യങ്ങൾ ഇവിടെ കാണാം. വേസ്റ്റുകളുടെ ബഹളമാണ് ഇത്. വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർട്ടൻ്റെ വേസ്റ്റ്, എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാം കാണാം. ഇവിടെ തന്നെ ഈ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വേസ്റ്റുകൾ ഈ അറവ് വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുക. അതാണ്ട് അവിടെ കിടപ്പുണ്ട് വണ്ടി. പൈസ മേടിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് ഇതെല്ലാം. ഒരു 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 ലോഡിന് 10 രൂപയാണ്. 10 രൂപ ഒരു ചാക്കിന്. ഇന്നലെ 3 ദിവസം കൊണ്ട് ഒരു ലോഡ് സാധനം ഇവിടെ കിടന്നത് അഴുകി. നമ്മുടെ ഈ ഏരിയ മൊത്തം അസുഖവും എല്ലാം ഉള്ള ആളുകളാണ്. കൊച്ചു പിള്ളേരും എല്ലാം ഉള്ളത്, പട്ടിശല്യവും എല്ലാം ഭയങ്കരമായിട്ടുണ്ട്. ഒത്തിരി വട്ടം പറഞ്ഞു നോക്കിയതാ ഇവിടുത്തെ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അറവുശാലകളിലെ മാലിന്യങ്ങളാണ് പിടിച്ചെടുത്തത്. രാത്രി സമയങ്ങളിൽ ഇത്തരം മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായതോടെ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ, പഞ്ചായത്ത് സെക്രട്ടറി വാർഡംഗം ഷബ്ന ജവാദ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, പാടശേഖര സമിതി സെക്രട്ടറി എസ് ഉണ്ണികൃഷ്ണപിള്ള, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനം പിടിച്ചെടുത്തത്. ലൈസൻസ് ഇല്ലാത്ത അറവുശാലകൾക്കെതിരെ നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സി ഡമാസ്റ്ററും മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാറും അറിയിച്ചു. കുറച്ച് ആൾതാമസമില്ലാത്ത കുറച്ച് സ്ഥലമാണ്. ആര്യമ്പാടത്തിന് നടുക്കൂടെ പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ അവിടെ നിത്യേന ഈ അറവ് മാലിന്യം കൊണ്ട് തള്ളുന്നത് ഒരു നിത്യ സംഭവമാണ്. കാരണം രാത്രി അവിടുത്തെ പരിസരവാസികൾ പറഞ്ഞത് 2 മണിക്ക് ശേഷമാണ് ഈ വാഹനം ഈ അറവ് മാലിന്യങ്ങളുമായിട്ട് പോകുന്നത്. അപ്പോൾ ആർക്കും കയറി തടയാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം യുവമാരും മാരകായുധങ്ങളൊക്കെ ആയിട്ടാണോ വരുന്നതെന്നും അറിയത്തില്ല. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് ഒരു വണ്ടി ഇതുപോലെ വന്നു. അവിടെ വണ്ടി കേടായി വീണത് കാരണമാണ് നാട്ടുകാർക്ക് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. പഞ്ചായത്ത് അധികൃതരെ ബോധ്യപ്പെടുത്തി പഞ്ചായത്തിൽ നിന്ന് ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെട്ടു. അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്നു. പഞ്ചായത്തിൻ്റെ നടപടി എന്ന് പറഞ്ഞാൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ 10 എണ്ണം കൂടി സ്ഥാപിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഉടൻ തന്നെ രഹസ്യ ക്യാമറകൾ ഈ ഭാഗങ്ങളിൽ സ്ഥാപിക്കും. അതുപോലെ ഇതിന് ഏറ്റവും കുറഞ്ഞ ഫൈൻ, ഇതിൻ്റെ ഷാജഹാൻ എന്ന് പറഞ്ഞ ഇതിൻ്റെ മുതലാളിയാണ്, അയാൾക്ക് 50,000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഫൈനായിട്ട് ഇതിന് ഈടാക്കുന്നത്. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ച് വണ്ടിക്ക് കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.